ഭാഗ്യവാരോ. ധനുരാശി മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 2 നക്ഷത്രം അടങ്ങുന്നതാണ് ധനുരാശി. ധനുരാശിയിൽ പെട്ട ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള വിഷുവൽ പുണ്യകാലം, കഴിഞ്ഞ വിഷുക്കാലം മുതൽ പല ഭാഗ്യങ്ങളും നിർഭാഗ്യങ്ങളായി മാറിയിരുന്നൊരു കാലഘട്ടമാണ്. അവയെല്ലാം ഒന്ന് മാറി വിദ്യാർത്ഥികൾക്ക് പഠനോത്സാഹവും പുതിയ അധ്യയന രീതിയും പരീക്ഷാ വിജയവും പഠന ഉത്സാഹവും താല്പര്യവും പഠന സ്ഥാപനം തന്നെ മാറുവാനും വാഹനമൊക്കെ വാങ്ങി രക്ഷിതാക്കൾ വാങ്ങിത്തരാനും അല്ലെ വാഹന സൗഭാഗ്യവും പഠിക്കാൻ പോകാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം തെളിയുന്ന ഒരു പുതു വിഷു പുണ്യകാലമാണ്. വിദ്യാർത്ഥികൾക്ക് കുറച്ച് ഭേദമാണ് കഴിഞ്ഞ വിഷുവിനെ സംബന്ധിച്ചിടത്തോളം. ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ചും വിദേശയാത്ര അനുകൂലമായി വരും. വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ദൂരെ സ്റ്റേറ്റ് വിട്ട് ശ്രമിക്കുന്നവർക്കും വാഹനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായ സന്ദർഭമാണ്. വസ്തുഗ്രഹ വാഹനാദികൾ വാങ്ങുവാൻ, അത് ഉപയോഗിക്കുവാൻ, അധീനതയെ വരുവാൻ, ലോൺ കിട്ടുവാൻ ഉള്ള സാഹചര്യമുണ്ട്. അവിവാഹിതർക്ക് വിവാഹാദി മംഗളകാമസിദ്ധിക്കുള്ള ഭാഗ്യം, വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് പേപ്പേഴ്സെല്ലാം അനുകൂലമാവേണ്ട സമയം, ഉദ്യോഗസ്ഥ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക് ഉദ്യോഗത്തിൽ നല്ല ധനക്കനത്തോടുകൂടി ഉദ്യോഗം ഭരിക്കുവാനും ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ അധീനതയെ വരുവാനും കീഴ്ഘടകങ്ങളുടെ അനുമോദനം ലഭിക്കുവാനും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സമ്മാനം, ഒരു സന്തോഷം, ഒരു സംതൃപ്തി ലഭിക്കുവാനും പ്രൊമോഷൻ പ്ലസ് സ്യൂട്ടബിൾ ട്രാൻസ്ഫർ ഇത്യാദികളൊക്കെ വന്നു ചേരാനും നാട്ടിലോട്ട് വന്നു ചേരുവാനും നാട്ടിൽ നിന്ന് ദൂരെ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലോട്ട് വന്നു ചേരാനൊക്കെ ഉള്ള അനുകൂല സന്ദർഭം ആണ് ഈ വിഷുവൽ പുണ്യകാലം സൂചിപ്പിക്കുന്നത്. അവിവാഹിതർക്ക് വിവാഹാദി യോഗങ്ങളും പുതിയ ലോൺ ചിട്ടി മുതലായത് പ്രതീക്ഷിക്കുന്നവർക്ക് അതിനുള്ള കാര്യങ്ങളും അല്പം ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്ന കാലഘട്ടങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടും. വലിയ പ്രൈസിനെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്നതല്ല. കാരണം ജാതക നിലയിൽ ഹംസയോഗം, അതുപോലെ പഞ്ചമഹാപുരുഷ യോഗങ്ങൾ, നവയോഗം, രാജയോഗം ഇത്യാദികളുള്ളവർക്ക് ഈ സന്ദർഭം വളരെയധികം സാമ്പത്തിക പുഷ്ടിയും ഉന്നത വസ്തു ഗ്രഹ വാഹന കനക വേഷഭൂഷണാദി യോഗങ്ങളും ഒക്കെ സമ്പാദിക്കുവാനുള്ള സാധ്യതയുണ്ട്. സ്വന്തക്കാരും ബന്ധക്കാരും മിത്രങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാനും പുതിയ പുതിയ അവസരങ്ങൾ വാങ്ങുവാനും വാഹനം പുതിയത് റിപ്പയർ ചെയ്തെടുക്കാനോ അല്ല പുതുവാഹനം വന്നു ചേരാനോ വീട് മോടി പിടിപ്പിക്കാനോ പുതിയ ഫ്ലാറ്റോ വീടോ അധീനതയെ വരുവാനോ വസ്തു ക്രയവിക്രയം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടോ വസ്തുക്കളോ ഏതെങ്കിലും വിൽക്കാതിരിക്കുന്നതോ വഴിയില്ലാതിരിക്കുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ വഴിയൊക്കെ കിട്ടുവാനും വസ്തു വിൽപ്പന മാറി പുതിയ വസ്തുക്കൾ എടുക്കാനൊക്കെയുള്ള സാഹചര്യങ്ങളും കുറച്ച് കടബാധ്യതകളുണ്ട് പരിഹരിക്കാനും ഒക്കെ ഉള്ള കാലഘട്ടമാണ്. മുതലാളിമാർക്ക് അവരവരുടെ ബിസിനസ് വ്യാപിപ്പിക്കാനുള്ള ഒരു അനുകൂല സന്ദർഭമുണ്ട്. തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് സംതൃപ്തികരമായിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ വരും. അവർക്ക് മറ്റേതെങ്കിലുമൊക്കെ ലോൺ സൗകര്യങ്ങൾ കിടപ്പാടം ഒന്ന് പുതുക്കാനോ വാഹനം ഒന്ന് പുതുക്കാനോ ഒക്കെ ഉള്ള ഭാഗ്യങ്ങളും ഒരു നേരിയ പ്രമോഷൻ സാധ്യതകളും വന്നു ചേരും. ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് ആയില്യം പുണർതം പൂയം നക്ഷത്രം വരുന്ന ദിവസങ്ങൾ അല്പം ശ്രദ്ധിക്കുക. വാഹനയാത്ര, സാഹസിക യാത്ര, അതുപോലെ തന്നെ ഉല്ലാസയാത്ര, മംഗളയാത്ര, തീർത്ഥയാത്ര, ഇതിലൊക്കെ യാത്രകൾ ചെയ്യുന്നവർ കൂടുതലും വാഹന സംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും കൂടുതൽ ഈ വക ദിവസങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ വഴക്ക് വക്കാണം കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ വാക്കേറ്റം ഒക്കെ രൂക്ഷമാവാനുള്ള സാധ്യതയുണ്ട്. പതന സാധ്യതകളുണ്ട്. കൊടുക്കൽ വാങ്ങലുകളിൽ അതൃപ്തി ഉണ്ടാകാം. എന്നാൽ കൂടുതലും ചിത്തിര ചോതി നക്ഷത്രം വരുന്ന ദിവസങ്ങൾ ഈ രാശിക്കാർക്ക് സാമ്പത്തിക പുഷ്ടി, ചിട്ടി ലോൺ മുതലായത് പാസ്സാവും. കൊടുക്കൽ വാങ്ങലുകളിൽ ലാഭം, അതുപോലെ മിഷ്ടാന്ന സംതൃപ്ത ഭക്ഷണം, സുഖശയനം, അതുപോലെ ഉന്നത വ്യക്തികളുമായിട്ട് ചങ്ങാത്തം, ഇഷ്ടജന സംഭാഷണം ഇത്യാദികളും.
കോടതി കച്ചേരി വ്യവഹാരങ്ങളിലിരിക്കുന്നവർക്ക് ഒരു ഒത്തുതീർപ്പിനുള്ള ഒരു സമയവും കോംപ്രമൈസ്, വലിയ ഗുണവുമില്ല ദോഷവുമില്ല, എന്നാൽ ഒത്തുതീർപ്പാണ് തമ്മിൽ ഭേദം എന്ന് കണ്ട് വേണമെങ്കിൽ കേസ് വഴക്കുകൾ ഒത്തുതീർപ്പാകാം. രോഗികൾക്ക് ആശ്വാസവും പുതിയ ട്രീറ്റ്മെൻറ്റുകളും മാതാവിനും മാതൃവഴി ബന്ധുക്കളെ കൊണ്ടും ഒരല്പം ക്ലേശാനുഭവങ്ങളും ഉണ്ടാവേണ്ട സമയമാണ്. രോഗാതി ദുരിതങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടാവും. എന്നിരുന്നാലും സാമ്പത്തികപരമായിട്ടും തൊഴിൽപരമായിട്ടും ഉണ്ടായിരുന്ന ക്ലേശഫലങ്ങൾ, ദാമ്പത്യപരമായിട്ടുണ്ടായിരുന്ന ക്ലേശഫലങ്ങളൊക്കെ ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള കാലഘട്ടങ്ങളിൽ കുറച്ച് സംതൃപ്തമായ ഒരു ജീവിതാനുഭവങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈശ്വരാനുഗ്രഹങ്ങളും പുണ്യദേവാലയ ദർശന യോഗങ്ങളും അവിവാഹിതർക്ക് വിവാഹാദി യോഗങ്ങളും വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്ക് കുടുംബസ്ഥർക്ക് പൊതുവേ മക്കളാരെങ്കിലും വിദേശത്തോ ജോലിയോ വാഹന ഭാഗ്യങ്ങളോ വിവാഹാദി മംഗളകർമ്മങ്ങളോ ഒക്കെ നടന്ന് കണ്ടാസ്വദിക്കാനുള്ള ഭാഗ്യങ്ങളും, അതുപോലെ ഗൃഹോപകരണങ്ങൾ ഫ്രിഡ്ജ്, ഓവൻ, കിടക്ക ഇത്യാദികളും ശയന ഉപകരണങ്ങൾ ഇത്യാദികളും ഗൃഹം മോടി പിടിപ്പിക്കുക മുതലായവയൊക്കെ പേരിനെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷുവൽ പുണ്യകാലമാണ്. ഈ പ്രത്യേക ദിവസങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഹംസമഹായോഗം, അതുപോലെ കേസരി യോഗം, നീചഭംഗ രാജയോഗം, അഖണ്ഡ സാമ്രാജ്യം രാജയോഗം മുതലായ യോഗങ്ങൾ ഉള്ള മുതലാളിമാർക്ക് അവനവൻ്റെ ബിസിനസ് ശൃംഖല അന്യരാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനും കൂടുതൽ ശമ്പളക്കാരെ വെക്കുവാനും കലാരംഗത്ത് നിൽക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കാനുള്ള ശ്രദ്ധ വരാനും യുവനടികളോ നായകന്മാരോ ഒക്കെ ആയി വളരാനുള്ള ഒരു കയ്യടി സമൂഹങ്ങളിൽ നിന്ന്, പ്രേക്ഷക സമൂഹങ്ങളിൽ നിന്ന് ഈ നക്ഷത്രക്കാർക്ക് അഭിനയ രംഗത്തുള്ളവർക്കും സംവിധാന രംഗത്തുള്ളവർക്കും ക്യാമറാമാൻമാർക്കും സംവിധാന രംഗത്തുള്ളവർക്കും കലാരംഗത്തും കായിക രംഗത്തും സാമുദായിക രംഗങ്ങളിൽ രാഷ്ട്രീയ തലങ്ങളിലുള്ളവർക്കും വളരെ പ്രധാനപ്പെട്ടൊരു കാലഘട്ടമാണ് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ. പ്രത്യേകിച്ച് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറഞ്ഞ് ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതിനാൽ എല്ലാവിധ നന്മകളും ഈ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ധനുരാശിക്കാർക്ക് ഉണ്ടാവട്ടെ എന്നുള്ള എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ എല്ലാ ഭാഗ്യങ്ങളും നിറഞ്ഞു കവിഞ്ഞുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ഭാഗ്യവാരോ